വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ ശുപാർശ കത്ത് പുറത്ത്. DCC പ്രസിഡന്റ് ആയിരിക്കെ IC ബാലകൃഷ്ണനാണ് സ്വീപ്പർ തസ്തികയിലേക്ക് ശുപാർശ കത്ത് നൽകിയത്. സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കത്തല്ലേ പുറത്തു വന്നിട്ടുള്ളത്, പ്രത്യേകിച്ച് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റമൊക്കെ അദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ട സാഹചര്യത്തിൽ കൂടി? 2021 7-ാം മാസം 21-ാം തീയതി നൽകിയ അർബൻ ബാങ്കിലെ പ്രസിഡന്റിന് നൽകിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് ആ കാലഘട്ടത്തിൽ DCC പ്രസിഡന്റ് ആയിരുന്നത് IC ബാലകൃഷ്ണനാണ്. സുൽത്താൻ ബത്തേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും പാർട്ടിയുടെ സജീവ പ്രവർത്തകനുമായ നെന്മേനിക്കുന്ന സ്വദേശിയുടെ മകൾക്ക് വേണ്ടിയാണ് ശുപാർശ. അത് അർബൻ ബാങ്കിൽ സ്വീപ്പർ പോസ്റ്റിലേക്ക് നിയമിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ശുപാർശയാണ് നൽകിയിരിക്കുന്നത്. ഈ സമയം NM വിജയന്റെ മകൻ ജിജേഷ് ആയിരുന്നു താൽക്കാലിക ജീവനക്കാരൻ എന്നുള്ള തരത്തിലാണ് പറയപ്പെടുന്നത്. ജിജേഷിനെ അവിടെ നിന്നും ബോധപൂർവം മാറ്റിയതാണ്. ഈ ആത്മഹത്യാ കുറിപ്പിൽ അടക്കം അത്തരത്തിലൊരു പരാമർശമുണ്ട്. ഇപ്പോൾ മരിച്ച ജിജേഷ്, അതായത് NM വിജയനൊപ്പം ആത്മഹത്യ ചെയ്ത ജിജേഷായിരുന്നു അതിനു മുമ്പ് ആ പോസ്റ്റിൽ ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തെ മാറ്റിയ ശേഷം ഇയാൾക്ക് വേണ്ടി നിയമനം, ഈ പെൺകുട്ടിക്ക് വേണ്ടി, അതായത് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിട്ടുള്ള നെന്മേനിക്കുന്ന സ്വദേശിയുടെ മകൾക്ക് വേണ്ടി ജിജേഷിന് പകരം നിയമിക്കാൻ വേണ്ടിയുള്ള കത്താണ് എന്നുള്ളതാണ് CPM ഉൾപ്പെടെ ആരോപിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കത്തിനേറെ പ്രസക്തിയുണ്ട്. കാരണം അർബൻ ബാങ്കിന്റെ നിയമനങ്ങളിൽ DCC പ്രസിഡന്റ് ഇടപെട്ടു എന്നുള്ള തരത്തിലാണ് CPM ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും CPM ഇതുമായി ബന്ധപ്പെട്ട് CPM കേന്ദ്രങ്ങൾ തന്നെയാണ് ഈ കത്ത് പുറത്തുവിട്ടതും. ഇങ്ങനെ ഒരു കത്ത് ഇത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്നതാകാമെന്ന് കരുതുന്നത്. എന്തായാലും ഈ കത്തിനകത്ത് പറയുന്നത് ഇങ്ങനെ അത് ജിജേഷിന്റെ തസ്തികയാണ്, ജിജേഷിന് സ്ഥിരനിയമനം നൽകണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെ NM വിജയം ഉന്നയിച്ചതാണ്. പക്ഷേ അതിലൊന്നും തന്നെ ഒരു പരിഗണനയും ഉണ്ടായില്ല. അതിൽ ആത്മഹത്യക്കുറിപ്പിലും അക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ കത്ത് പുറത്തു വന്ന സാഹചര്യം എന്ന് പറയുന്നത് IC ബാലകൃഷ്ണൻ ഇങ്ങനെ വ്യാപകമായ നിയമനങ്ങളിൽ ഇടപെട്ടു എന്നുള്ള തരത്തിലുള്ള ഒരു ആക്ഷേപം പൊതുവെ CPM ഉയർത്തുന്നുണ്ട്. അതിനെ തെളിവാകുന്ന വിധത്തിലാണ് ഇത്തരത്തിലൊരു കത്ത് കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ശരി, ഇതിപ്പോൾ ഇത് 2021 നൽകിയ കത്ത് എന്നുള്ളതല്ലേ? പിന്നീട് ഇതിന് എന്ത് സംഭവിച്ചു എന്നതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഈ കത്ത് ജിജേഷ് എന്ന് പറയുന്ന NM വിജയന്റെ മകൻ അവിടെ പാർട്ടി സ്വീപ്പറായി ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തെ പിന്നീട് ആ നിയമനം സ്ഥിരമാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആരോപണം. അതായത് ആ കത്തിൽ ആത്മഹത്യ കുറിപ്പിലടക്കം ആരോപണമുണ്ട്. അതായത് KPCC അധ്യക്ഷനും ഒപ്പം തന്നെ VD സതീശനും അയച്ച കത്തിൽ ആ ആക്ഷേപം സ്ഥിരീകരിക്കുന്ന തരത്തിൽ ആ കത്തിൽ ഉണ്ട്. അതായത് തന്റെ മകന് സ്ഥിര നിയമനം കൊടുക്കുന്നതിനെ അതിനെ എതിർത്തുകൊണ്ടുള്ള നിലപാട് എടുത്തത് IC ബാലകൃഷ്ണനാണെന്നുള്ള തരത്തിൽ ആ കത്തിൽ പരാമർശമുണ്ട്. അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ ഉള്ള ഒരു ശുപാർശയാണിത്. അതായത് ജിജേഷിന്റെ നിയമനത്തിന് വേണ്ടിയാണ്, ജിജേഷിനെ മാറ്റാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു പുതിയ ആൾക്ക് ജോലി കൊടുക്കണമെന്നുള്ള ശുപാർശ നൽകിയത് എന്നുള്ളതാണ് CPM ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആക്ഷേപം. അതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിട്ടുള്ള ഒരാളുടെ മകൾക്ക് വേണ്ടി നിയമിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. അവരെ അർബൻ ബാങ്കിന്റെ സ്വീപ്പർ പോസ്റ്റിലേക്ക് നിയമിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു എന്ന് എഴുതിയിട്ടുള്ള ഒരു കത്താണിത്. DCC പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്ത് IC ബാലകൃഷ്ണൻ MLA. അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡിൽ ഒപ്പുവെച്ചുകൊണ്ടുള്ള ഒരു കത്ത് തന്നെയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ നിയമനവുമായി ബന്ധപ്പെട്ട് പിന്നീട് എന്ത് നടന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ പോസ്റ്റിൽ എന്തായാലും നേരത്തെ ഉണ്ടായിരുന്നത് ജിജേഷിനെ മാറ്റിയാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക്, ഇങ്ങനെ ഒരു ശുപാർശകത്ത് നൽകിയത്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായി IC ബാലകൃഷ്ണനെതിരെ ഈ ആത്മഹത്യക്കുറിപ്പിൽ ഉന്നയിച്ചതും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ആക്ഷേപമാണ്. IC ബാലകൃഷ്ണൻ നിയമനങ്ങളിൽ ഇടപെട്ടു എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമാണ് ഉയർത്തിയത്. ഈ ബാങ്കിന്റെ പിന്നീട് ആദ്യം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന, കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിരുന്നപ്പോൾ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ സണ്ണി ഈ 17 നിയമനങ്ങളിൽ IC ബാലകൃഷ്ണൻ ശുപാർശ ചെയ്തു. പക്ഷെ അത് അംഗീകരിക്കാത്തതിനാലാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നടപടിയെടുത്തതെന്നുൾപ്പെടെയുള്ള ആക്ഷേപം ഡോക്ടർ സണ്ണി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് ഈ ഡോക്ടർ സണ്ണി പുറത്താക്കിയതോടെ അദ്ദേഹത്തെ CPM വളയത്തിലെത്തുകയും CPM പാനലിൽ അദ്ദേഹത്തെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു. ഈ അത്തരത്തിലുള്ള പശ്ചാത്തലമാണുള്ളത്. ആ ശുപാർശയിൽ പെടുന്നതാണോ ഇത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഈ കത്തിൽ പറയുന്ന കാര്യം പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിട്ടുള്ള ഒരാളുടെ മകൾക്ക്, നെന്മേനിക്കുന്ന സ്വദേശി മകൾക്ക് സ്വീപ്പർ തസ്തികയിൽ ഇങ്ങനെ ജോലി നൽകണമെന്നുള്ള ശുപാർശയാണ്.
എന്തായാലും ഇപ്പോൾ നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ നിയമനത്തിൽ ഉള്ള ഇടപെടൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പണത്തിന്റെ കാര്യത്തിലല്ലാതെ നിയമനത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നുണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി ഇത് ഉപയോഗിക്കാമല്ലേ സുർജിത്ത്? സാധാരണ ഗതിയിൽ ഇത്തരം ശുപാർശകൾ ഉണ്ടാകാറുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു മറ്റൊരു പരിശോധന കൂടി വേണ്ടി വരും. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണ്, CPM ഭരിക്കുന്ന ബാങ്കുകളിൽ ഇത്തരത്തിൽ ശുപാർശ ചെയ്യാറുണ്ടോ എന്നുള്ള തരത്തിലൊക്കെ അന്വേഷണം നടത്തേണ്ടി വരും. എന്തായാലും ഇതിനകത്ത് ഇത്തരം ശുപാർശകൾ സാധാരണഗതിയിൽ പാർട്ടി നേതാക്കൾ ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടതുള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇങ്ങനെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതിനകത്ത് നിയമനങ്ങൾ ഇടപെട്ടിരുന്നു, ആ നിയമനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ള തരത്തിലാണ് നേരത്തെയുള്ള പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ ഡോക്ടർ സണ്ണിയെ പുറത്താക്കിയത്. അദ്ദേഹം 17 ശുപാർശകളാണ് ഈ നിയമനവുമായി ബന്ധപ്പെട്ട IC ബാലകൃഷ്ണൻ നൽകിയത് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന പരാതി. സ്വാഭാവികമായും ആ പരാതി തെളിയിക്കുന്ന വിധത്തിലുള്ള ഒരു കത്ത് എന്നുള്ള തരത്തിൽ ഇതിനെ കാണേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നത് CPM തന്നെയാണ്. CPM ഗുരുതരമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ ജിജേഷിന്റെ, അതായത് ഈ NM വിജയന്റെ മകൻ ജിജേഷിന്റെ നിയമനം സ്വീപ്പറായി അദ്ദേഹം ജോലി ചെയ്തിരുന്നതാണ്. അദ്ദേഹത്തിന്റെ നിയമനം സ്ഥിരപ്പെടുത്തി കൊടുത്തില്ല. ഇത്രകാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളാണ് NM വിജയൻ. അദ്ദേഹത്തിന്റെ മകനെ സ്ഥിരപ്പെടുത്താതെ മറ്റൊരാൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്തത് IC ബാലകൃഷ്ണനാണെന്നുള്ളത് ഈ ആത്മഹത്യക്കുറിപ്പിലും കത്തിലും പ്രകടമായിട്ടുള്ള രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ കാര്യത്തിൽ ആ ആരോപണം ശരിവെക്കുന്ന വിധത്തിലാണ് ഇങ്ങനെ ഒരു കത്ത് പുറത്തുവരുന്നത്. ആ തസ്തികയിലേക്ക്, ആ സൂപ്പർ തസ്തികയിലേക്കാണ് ഇത്തരത്തിൽ ശുപാർശ നൽകിയത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടത് IC ബാലകൃഷ്ണൻ തന്നെയാണ്. ഇങ്ങനെ ശുപാർശകത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നിലവിൽ അദ്ദേഹം സ്വിച്ച് ഓഫ് ആണ്, ഫോൺ ബന്ധപ്പെടാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ CPM ആരോപിക്കുന്നത് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ കോഴ വാങ്ങിയുള്ള നിയമനമാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെ കോഴ വാങ്ങിയതാണോ എന്നുള്ള തരത്തിലുള്ള ഒരു സ്ഥിരീകരണം അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഈ കത്തിൽ പരാമർശിക്കുന്നുമില്ല. ഇതിൽ പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ഒരാളുടെ മകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ആ കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കത്ത് എഴുതുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ 15-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഇപ്പോൾ സെഷൻസ് കോടതി ഉത്തരവ്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു ശുപാർശ കത്ത് പുറത്തു വന്നത്. സുൽത്താൻ ബത്തേരി ഏർബൻ ബാങ്കിൽ നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് അന്ന് DCC അധ്യക്ഷനായിരുന്ന IC ബാലകൃഷ്ണൻ നൽകിയ ശുപാർശ കത്താണ് പുറത്തു വന്നത്. 2021 നൽകിയ കത്താണിത്. കോൺഗ്രസ് പ്രവർത്തകന്റെ മകൾക്ക് നിയമനം നൽകണം എന്നാവശ്യപ്പെട്ടാണ് ഈ കത്ത് എന്നതാണ് ആവശ്യം. താൻ അത്തരത്തിലേക്ക് ശുപാർശകളൊന്നും നൽകിയിട്ടില്ല എന്ന IC ബാലകൃഷ്ണന്റെ വാദം, അത് പൊളിക്കുന്ന ഒരു കത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സ്വീപ്പർ തസ്തികയിലേക്കാണ് ശുപാർശ നൽകിയത്. സുർജിത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, ഇതിൽ IC ബാലകൃഷ്ണൻ നേരത്തെയൊക്കെ പറഞ്ഞത് താൻ അങ്ങനെയൊന്നും ഒരു ഇടപെടലും നടത്തിയിട്ടില്ല, പ്രത്യേകിച്ച് നിയമനക്കാര്യത്തിലൊന്നും എന്നുള്ളതാണല്ലോ. അതേതായാലും തെളിവ് സഹിതം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണല്ലോ. നിയമനം നടത്തിയിട്ടില്ല എന്നുള്ള തരത്തിൽ അതിൽ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ IC ബാലകൃഷ്ണന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ കത്ത് പുറത്തു വന്നതിന് പിന്നാലെ CPM വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. കാരണം ഇത് കോഴ വാങ്ങിയുള്ള നിയമനമാണ്. അത് ബോധപൂർവം ഈ ഇദ്ദേഹത്തെ, അതായത് ബോധപൂർവം ഈ NM വിജയന്റെ മകനെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ അത് IC ബാലകൃഷ്ണന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അത് കത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതായിരിക്കാം, അങ്ങനെയാണ് ഈ നിയമനം പാർട്ട് ടൈം സ്വീപ്പർ എന്നുള്ള തരത്തിൽ സ്വീപ്പർ തസ്തികയിലേക്ക് നിയമനം നൽകാനുള്ള കാരണം എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുകയാണ് CPIM. കാരണം ഇതിനകത്ത് കൃത്യമായ രീതിയിൽ തന്നെ MLA കോഴ വാങ്ങിയാണ് ഈ നിയമനങ്ങൾ നടത്തിയതെന്നുള്ള ആക്ഷേപം പൊതുവെ CPIM ഉന്നയിക്കുന്നുണ്ട്. അതിന് കരുത്ത് പകരുന്ന വിധത്തിലുള്ള ഒരു കത്താണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുമുള്ളത്. ആ കത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സജീവ പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ഒരാളുടെ മകൾക്ക് വേണ്ടി, നെന്മേനിക്കുന്ന് സ്വദേശിയായിട്ടുള്ള ഒരാളുടെ മകൾക്ക് വേണ്ടിയാണ് ഈ ശുപാർശ ചെയ്യുന്നത്. അദ്ദേഹത്തെ പാർട്ടിയും സൂപ്പർ തസ്തികയിലേക്ക് പരിഗണിക്കണം എന്നുള്ള തരത്തിലുള്ള ശുപാർശ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇത് CPM രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുന്നു. അതെടുക്കാനുള്ള സാഹചര്യം IC ബാലകൃഷ്ണൻ ഈ ഇത്തരത്തിൽ കോഴ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ അതിന് കരുത്ത് പകരുന്ന വിധത്തിലുള്ള ഒരു തെളിവാണിത്. മാത്രമല്ല ജിജേഷിനെ ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവം IC ബാലകൃഷ്ണൻ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രതികരണം കത്തിലുണ്ട്.
അതായത് അദ്ദേഹം അയച്ച കത്തിലുണ്ട്, ആ പരാതി അയച്ച കത്തിലുണ്ട്. ആ കത്തിൽ വന്ന വിശദാംശങ്ങൾ, ആ കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ്, ആ കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവ് വരുന്ന വിധത്തിൽ, അത് സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കത്ത് കൂടി പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കൃത്യമായ രീതിയിൽ ശുപാർശയുണ്ട്. ആ ശുപാർശ പാർട്ടി പ്രവർത്തകരുടെ മകൾക്ക് ജോലി നൽകണം എന്നുള്ളതാണ്. അത് മറ്റൊരു പാർട്ടി നേതാവായിട്ടുള്ള, അതായത് ഈ പാർട്ടിയുടെ ഏറ്റവും സജീവമായിട്ടുള്ള നേതാവായിട്ടുള്ള എൻ വിജയന്റെ മകനെ ഒഴിവാക്കി മാറ്റാൻ വേണ്ടി മറ്റൊരാൾക്ക് ജോലി നൽകണമെന്നുള്ളതാണ് ശുപാർശ. അതാണ് CPM ആയുധമാക്കുന്നത്. അതാണ് കത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. മാനിക, പിന്നീട് ആ നിയമനം ആർക്ക് കിട്ടി എന്നുള്ളതിൽ നമുക്കിപ്പോ ഈ ഘട്ടത്തിൽ അതിലൊരു വ്യക്തത ഇല്ല അല്ലേ? അതിനെക്കുറിച്ച് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ആ നിയമനം വന്നിട്ടുണ്ടോ, അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഡോക്ടർ സണ്ണി നേരത്തെ ഇതിന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഈ അർബൻ ബാങ്കിന്റെ. അദ്ദേഹം 17 നിയമനങ്ങൾ IC ബാലകൃഷ്ണൻ വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എന്നാൽ അത്തരം നിയമനങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് IC ബാലകൃഷ്ണൻ പറയുന്നത്. പക്ഷേ DCC പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹം നിയമനത്തിന് വേണ്ടി ഇടപെടൽ നടത്തിയതിന്റെ അതുമായി ബന്ധപ്പെട്ട ഒരു രേഖ തന്നെ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ ഇനി IC ബാലകൃഷ്ണൻ എന്ത് പറയുന്നു എന്നുള്ളതും കൂടിയാണ് അവർ വെച്ച് നോക്കുന്നത്. CPM എന്തായാലും ഇത് രാഷ്ട്രീയ ആയുധമാക്കി. അതെന്താണ് ഇനി IC ബാലകൃഷ്ണന്റെ പ്രതികരണം എന്നുള്ളതാണ്. നിലവിൽ അദ്ദേഹം എവിടെയാണ് എന്നുള്ളത് വ്യക്തമല്ല. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്, ഒളിവിലല്ല എന്ന് അഭിഭാഷകൻ പറയുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറയാവുന്ന തരത്തിലേക്ക് ഒരു കത്ത് പുറത്തു വന്നിരിക്കുകയാണ്. ഒരു നിയമന ശുപാർശയാണ്. സ്വീപ്പർ തസ്തികയിലേക്ക് ഇന്നയാളെ നിയമിക്കണം, കോൺഗ്രസ് പ്രവർത്തകന്റെ മകളെ നിയമിക്കണം എന്നുള്ള ഒരു ശുപാർശ കത്താണ് പുറത്തു വന്നിട്ടുള്ളത്. നിയമനങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു എന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട തെളിവ്.